ശിവൻ എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും എന്റെ മനസ്സിലെ പുരുഷൻ കളപ്പുരയ്ക്കിലെ ദേവപ്രസാദായിരിക്കും. ശിവന്റെ കിടപ്പ് മുറിക്കുള്ളിൽ ജീവിച്ച് തന്നെ ഞാൻ അവനെ സ്വന്തമാക്കും. നിങ്ങൾക്ക് സ്വകാര്യമായി കാണാനും വർത്താനം പറഞ്ഞിരിക്കാനുള്ള പാർക്കല്ല ഇത്. ഇത് KPL ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസാ. അതുകൊണ്ട് മേലെ തന്നെ ഇവിടെ വന്നു പോകരുത്. ഇതും കൂടെ ചേർത്ത് ഞാനങ്ങ് തിരിച്ചു തരാം. ഈ പണം മറ്റൊന്നിനും എടുത്ത് ചെലവാക്കിയേക്കില്ലേ? എപ്പോ എവിടെ ഉപയോഗിക്കണമെന്ന് ഞാൻ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊള്ളാം. ദിവം വിചാരിച്ചാൽ നടക്കൂ. പിടിച്ചോ, 10 10 കൊള്ളിച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ ചേർത്ത അപകടങ്ങളുടെ പെരുമഴയാവുമെന്ന് അയാൾ ഗണിച്ചു പറഞ്ഞത്. പക്ഷെ പണം കൊടുത്ത് വിക്രമേട്ടൻ ജോൾസിനെ പാട്ടിലാക്കി. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ അമ്മയാ. ആ അമ്മയെ സാക്ഷ്യം നിർത്തി ഞാൻ പറയാ, ഒരിക്കലും ഞാൻ ഇവളെ ചതിക്കില്ല. നമ്മുടെ ഇടയിൽ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വയറ് നിറഞ്ഞ ഒരു അത്യാർത്ഥിക്കാരനുണ്ട്. അവൻ തന്നെയായിരിക്കും ഈ ചതിക്ക് പിന്നിൽ. ഒരു കല്യാണ പർച്ചേസ്, എന്തൊക്കെ വേഷം കിട്ടില്ല കാണണം ഇവിടെ. ഏട്ടൻ മേടിച്ചോണ്ട, ഇല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച് തന്നെ വേണ്ടെന്ന് പറഞ്ഞെന്നെ. എടാ വിഷ്ണു, നമ്മൾ സമ്മതം അറിയിച്ചിട്ട് പിന്നെ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ല. നിന്നെ പോലെ ഈ വിവാഹത്തിന് വിയോജിപ്പുള്ളവനായി ഞാനും പലതരത്തിൽ പലവട്ടം നമ്മളത് പ്രകടിപ്പിച്ചിട്ടുള്ളതുവാ. ഇനിയും അതുതന്നെ ആവർത്തിച്ച് നമ്മളായിട്ട് ബാക്കിയുള്ളവരെ മുറിപ്പെടുത്തുന്നത് എന്തിന്? എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചിയമ്മയല്ലേ. എല്ലാം ഇത്രയടുത്ത് എത്തിയിട്ടും വീണ്ടും അതിന്റെ പേരിലൊരു ബഹളം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഞാനത് സമ്മതിക്കില്ല. അല്ല, ദേവേട്ടൻ എന്തൊരു മനംമാറ്റം പോലെ. ഏട്ടനോടും ഏടത്തിമ്മയോടും ശിവേട്ടൻ കാണിക്കുന്ന എതിർപ്പ് സഹിക്കാൻ പറ്റുന്നിട്ട് എന്റെ വിഷമം. അല്ലാതെ എനിക്കെന്താ പ്രശ്നം? എനിക്കെന്ത് മനമാറ്റം എന്നാ നീ പറയുന്നത്? എന്തായാലും ഒക്കെ അവർ തീരുമാനിച്ചു, അത് വക്കോളം എത്തിച്ചു, നമ്മളും സമ്മതിച്ചു. എന്നിട്ടും ഇത്തരം നിസാര പ്രശ്നങ്ങൾക്ക് ഒച്ചയിട്ടാ നിശ്ചയിച്ച കല്യാണം മുടങ്ങോ? ഇല്ലല്ലോ. നീ എന്താടാ അതാലോചിക്കാത്ത? കൊള്ളാം, ദേവേട്ടൻ തന്നെ ഇങ്ങനെയൊക്കെ പറയണം. ശിവേട്ടൻ എത്ര മാത്രം ഏടത്തിയമ്മ അവഗണിച്ചെന്ന് ദേവേട്ടൻ അറിയാലോ. അറിയാടാ, ഒന്നും മറന്നിട്ടില്ല. ആരൊക്കെ അവഗണിച്ചാലും മാറ്റി നിർത്തിയാലും ഇന്ദുവിനെ നമ്മൾ ചേർത്ത് പിടിക്കാതിരിക്കോ? ഇല്ലല്ലോ. അത് തന്നെയാടാ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അതാ. അല്ലാതെ ഒറ്റപ്പെടുത്തുന്നവരോട് യുദ്ധം ചെയ്യല്ല വേണ്ടേ. അങ്ങനെയൊക്കെ പോരാടിക്കൊണ്ട് കൊടുക്കുന്ന പരിഗണനയെക്കാളും നല്ലത് നിലവിലുള്ള അവഗണന തന്നെയാ. എന്റെ ഇന്ദുവിന് അത് മതിയടാ. എത്രത്തോളം അവൾ ഒറ്റപ്പെടുന്നുവോ അത്രത്തോളം ഞാൻ അവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. എന്റെ ദേവേട്ടാ, ഈ കെട്ടിപ്പിടുത്തവും ഡയലോഗിടിയും അതൊന്നും അല്ല പ്രേമം. ഓഹോ, പിന്നെ എന്താണാവോ പ്രേമം? ആശാനൊന്ന് പഠിപ്പിച്ചു തന്നാലും. കഷ്ടം, പ്രേമം പഠിപ്പിക്കണം പോലും അത്ര. ഒരു പേട്ട വാദ്യാരായതുകൊണ്ട് ദേവേട്ടൻ ഇങ്ങനെ പലതും തോന്നും. എല്ലാം പഠിച്ചും പഠിപ്പിച്ചും അല്ല ശീലം. എന്റെ ഏട്ടാ, അത് ഹൃദയത്തിൽ നിന്ന് സ്വയം അറിയാതെ ഉണ്ടാവേണ്ടതാ. അതൊന്നും ആർക്കും ആരെയും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, വിശദീകരിക്കാനും പറ്റില്ല. ഇതൊക്കെ ഇതുവരെ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിലേ ഏട്ടൻ ഏടത്തിയമ്മ എന്ത് സ്നേഹിക്കുന്ന ഈ പറയുന്നത്? അതാ ശിവേട്ടനോടൊരു സോഫ്റ്റ് കോർണർ. എടാ, നീ ഇതെല്ലാം പറയാതെ തന്നെ എനിക്കറിയാം. ഇന്നോളം വരെയുള്ള ഒരാൾക്കും പ്രേമത്തെ കൃത്യമായി നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയൊട്ടും കഴിയേയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാ പ്രണയം കൊടുക്കുന്നേ. പിന്നെ എന്റെ എന്തുവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല നീ ചോദിച്ചേ. എടാ വിഷ്ണു, ഒരു പെണ്ണിന് മാത്രം നൽകാവുന്ന ഒരു കരുതലുണ്ട് പുരുഷന്. ആ കരുതൽ അവൾ അറിയാതെ അവൾ ചെന്ന് തൊടണം. ചുരുക്കി പറഞ്ഞ ആ കരുതലാണ് യഥാർത്ഥ പ്രണയം. ആ കരുതല് എത്രമാത്രം എന്റെ ഇന്ദുവിനോട് എനിക്കുണ്ടെന്ന് അറിയണമെങ്കിലേ നീ അവളുടെ ഹൃദയത്തിൽ കയറി നോക്കണം. അങ്ങും എങ്ങും കാണാത്ത അകലത്തിൽ നിന്ന് പോലും ഞങ്ങളുടെ ഉള്ളു തമ്മിൽ കൊളുത്തി വലിക്കുന്നത് കൂടെ നടക്കുന്ന നീയും അനുഭവിച്ചിട്ടില്ലേ പലവട്ടം? അതുകൊണ്ടല്ലടാ മറ്റാരെക്കാളും ഞങ്ങൾ ഒന്നിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത്. നിന്റെ ഈ നെഞ്ചിൽ ആഗ്രഹം മാത്രം മതിയടാ ഞങ്ങളുടെ പ്രണയത്തിന്റെ ആഴം അറിയാൻ. അതുകൊണ്ട്
ആരുമായും ഇനി എന്തിനു വേണ്ടിയും എനിക്ക് എന്തോനും വേണ്ടി നീ വഴക്കുണ്ടാക്കണ്ട. എനിക്കത് പറ്റില്ല ദേവേട്ട. ഇത്രയും പ്രായമായിട്ടും ഒരു പെണ്ണിനെ മോഹിക്കാത്ത ഒരു ആൺകുട്ടി ചിലപ്പോ ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ കാണൂ. ആഗ്രഹമില്ലാത്തോണ്ടല്ല ഞാൻ പ്രണയിക്കാൻ ശ്രമിക്കാത്തത്. എന്നെ സ്നേഹിക്കുന്ന ആരെയും വെറുപ്പിക്കാതെയും പിണക്കാതെയും അങ്ങനെ ഒരു പെണ്ണിനെ കെട്ടണം. അതാണ് എന്റെ മോഹം. ദേവേട്ടനോ അങ്ങനെയാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അതിനേട്ടനെ സമ്മതിക്കാത്ത ശിവേട്ടനെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എന്റെ ദേവേട്ടനെ ഏടത്തേമേ. പ്രാണനേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന എനിക്ക് ഇതൊക്കെ ഇട്ട് കല്യാണത്തിന് പോവാൻ നാണാവില്ലേ? എന്തായാലും എനിക്ക് വേണ്ട ഈ ഡ്രസ്സ് ഞാനിത് ശിവേട്ടന് തന്നെ തിരിച്ചു കൊടുക്കാൻ പോവാ. എടാ വേണ്ട, വേണ്ടെങ്കിൽ നീ ഇടണ്ടാന്നേ. എടാ നീ അലമാരി വെച്ച് പൂട്ട്. അല്ലാതെ തിരിച്ചു കൊടുത്ത് വെറുതെ ശിവേട്ടനെ അപമാനിക്കണ്ട. അത് ശരിയാവില്ല. ഒന്ന് പോ ദേവേട്ടാ. എടാ എടാ വിഷ്ണു, അത്ര തിരക്കായതുകൊണ്ടാണ് വിളിക്കാണ്ടിരുന്നത്. പിന്നെ ഡ്രസ് പർച്ചേസ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞത് ഇപ്പൊ വന്ന് കയറി ഫ്രഷ് ആയതേ ഉള്ളൂ. ആ വാങ്ങി, എല്ലാവർക്കും വാങ്ങി. എന്റെ സെലക്ഷൻ അല്ലേ, അവർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കോ? ചേച്ചിയമ്മ വണ്ടടിച്ചു പോയി സാരി കണ്ടിട്ട്. ആ സത്യമാടോ, ഞാൻ പുളു പറഞ്ഞതല്ല. പിന്നെ സെലക്ഷനൊക്കെ ദേവയാനിയുടെയും ഹസ്ബൻഡിന്റെയും വകയായിരുന്നു. ദേവയാനിയോ? അവളെന്റെ ഫ്രണ്ടാ. ബാംഗ്ലൂരിൽ അറിയപ്പെടുന്ന ഒരു ഡിസൈനറാ. ഇപ്പൊ നാട്ടിലുണ്ട്. ഇതിനുവേണ്ടി മാത്രം വന്നതാ. ആ മഹി, ഞാൻ ഇപ്പൊ വിളിക്കാവേ. വിഷ്ണു വരുന്നുണ്ട്. എന്താടാ ഇട്ട് നോക്കിയിട്ട് ഫിറ്റിങ്സ് കറക്റ്റ് അല്ലേ? സാറില്ല, ഏട്ടാ മാറ്റിയെടുക്കാം. ഇങ്ങതാ. മാറ്റിയെടുക്കാനോ? അതിനാർക്ക് വേണം നിങ്ങളുടെ ഈ ശവക്കച്ച? കൊണ്ട് പൊതുപ്പിക്കാൻ ആർക്കാണെന്ന് വെച്ചാ? വേണ്ട ചേച്ചമ്മേ, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട. സോറി പറഞ്ഞു വാങ്ങടാ. എടാ വാങ്ങാൻ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. വേണ്ട ചേച്ചമ്മേ, അവൻ കുഞ്ഞല്ലേ. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളില്ലേ? എന്റെ ഇഷ്ടത്തിന് ഞാൻ അവർക്കും വാങ്ങി, അവരുടെ ഇഷ്ടത്തിന് അത് വേണ്ടാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ കാര്യം. അല്ലാതെ ഇതിന് ഊതിപ്പെരിപ്പിക്കാൻ ചേച്ചമ്മ നിൽക്കണ്ട. എന്തിനാണ് ശിവൻ നീ ഈ കുടുംബത്തെ ഇങ്ങനെ പിച്ചു ചീന്തിയത്? ചേച്ചമ്മ എന്ത് വർത്താനോ പറയണേ? ഞാൻ എന്ത് പിച്ച് ചീന്തിന്നാ? എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചതാണോ ഇത്ര വലിയ തെറ്റ്? ഇതാണോ നീ ആഗ്രഹിച്ച നന്മ? പരസ്പരമുള്ള ഈ പോരും പോർവിളിയും ഇതാണോ നീ മോഹിച്ച നന്മ? ഞാനെന്നല്ല, ആരും ആഗ്രഹിക്കുന്ന ഇതൊന്നുമല്ല. ഇവരൊക്കെ ഇങ്ങനെയാവുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന് തരാൻ എന്റെ മറുപടിയില്ല. ഞാൻ ആഗ്രഹിച്ച നന്മ ഇപ്പോഴല്ലെങ്കിൽ പിന്നാലെ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിനക്കങ്ങനെ പല ഉറപ്പും കാണും, പക്ഷെ എനിക്കതില്ല. അവരൊക്കെ പെരുമാറുന്നതിന് കാരണം പറയാൻ നിന്റെ കയ്യിൽ മറുപടി ഉണ്ടാവില്ല, പക്ഷെ എന്റെ പക്കലുണ്ട്. ചേച്ചിയമ്മേ, ഇപ്പൊ ഇതൊന്നും തർക്കിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ചേച്ചിയമ്മയ്ക്ക് ഒന്നിലും ഉറപ്പില്ലാത്തതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കിടയിൽ ഏറ്റവും അധികം തിങ്ങിഞ്ഞെരുങ്ങുന്നത് ചേച്ചിയമ്മ തന്നെയാണ്. അതെനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ ചിലതൊക്കെ ആദ്യം കഴിക്കുമെങ്കിലും പിന്നെ മധുരിക്കാറുണ്ട്. ഞാനും മഹിയുമായുള്ള വിവാഹബന്ധം അങ്ങനെയൊന്നാണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ കയ്പായിരിക്കും ഈ ബന്ധം. പക്ഷെ എനിക്ക് നല്ല തീർച്ചയുണ്ട്, ഇവിടെ എല്ലാവർക്കും പിന്നീട് അത് മധുരിക്കുമെന്ന്. ഇല്ലെങ്കിൽ ചേച്ചിയമ്മ കണ്ടോ? ശിവ, അങ്ങനെയാവൂന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുകയല്ല, ആഗ്രഹിക്കുക. ആ ആഗ്രഹത്തിൽ ബലപ്പെടുത്തിയ മനസ്സുമായ നിനക്കൊപ്പം ഈ കല്യാണത്തിന് ഞാൻ നിൽക്കുന്നത്. അല്ലാതെ ഹൃദയം കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടല്ല. അതെനിക്ക് നല്ലവണ്ണം അറിയാലോ ചേച്ചിയമ്മേ. പിന്നെ എന്തിനാ അത് എന്നെ ആവർത്തിക്കുന്നത്? എന്റെ ജീവിതം ഒരുപക്ഷെ തട്ടിത്തകർന്നു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇതിന് നിൽക്കുന്നത്. ചിലപ്പോ അങ്ങനെ ആയില്ലാന്നും വരും.
എന്നാലും ഇത്തരം ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാൻ നിൽക്കുന്നത് നിങ്ങളെല്ലാവർക്കും വേണ്ടി തന്നെയാ. വിഷ്ണുവിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി തന്നെയാ. അതൊന്നും തിരിച്ചറിയാതെ വിഷ്ണു പെരുമാറുന്നത് അവന്റെ പക്വതക്കുറവായേ ഞാൻ കാണുന്നുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അവരിതൊക്കെ തിരുത്തേണ്ടി വരും ചേച്ചിയമ്മേ. ഈ ശിവൻ തിരുത്തേണ്ടി വരില്ല. എന്തോ എന്റെ നിലപാടിനെ കുറിച്ച് എനിക്കങ്ങനെ തോന്നുന്നത്. ഞാൻ എന്താണ് നിങ്ങളോടൊക്കെ പറയണ്ടേ? എല്ലാവരും അവരവരുടെ ശരികളിൽ മുറുകെ പിടിച്ചു നിന്നു. ഇടറി വീഴാതിരിക്കാനെങ്കിലും അത് ഉപകരിക്കും. ഇല്ല ചേച്ചമ്മേ, ഈ വീട്ടിൽ ആരും ഇടറി വീഴാനോ ചിതറി വീഴാനോ പോകുന്നില്ല. അതിന് ശിവൻ സമ്മതിക്കില്ല. ചേച്ചമ്മ കൂട്ടി പോയി ഉറങ്ങാൻ നോക്ക്. വാ വാ. ചെല്ല, പോയി കിടന്നുറങ്ങ. ദേവാ, എന്താ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? കിടക്കുന്നില്ലേ? നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ? ഞാൻ വെറുതെ നിന്നതാ. കിടക്കുന്നത് ഉറങ്ങാനല്ലേ. ഉറക്കം വരട്ടെ, അപ്പൊ ഞാൻ കിടന്നോളാം. ഞാൻ നിങ്ങളുടെയൊക്കെ ഉറക്കം കെടുത്തിയല്ലേ? ആ എന്ന് ഞാൻ പറഞ്ഞോ? ചിലതൊക്കെ മനസ്സിലാക്കാൻ പറയണമെന്നില്ലല്ലോ. മനുഷ്യന്റെ ചെയ്തികൾ പോരേടാ. ആ പറഞ്ഞ 100% സത്യമാണ്. നിങ്ങൾക്കൊക്കെ ശിവേട്ടനോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? വെറുപ്പോ? എന്തിന്? സത്യം പറഞ്ഞ എനിക്കിപ്പോ ആരോടും ഒന്നും തോന്നില്ല. ഒരു വികാരമില്ലാതെ ജീവിക്കുന്നതാ പരമസുഖം. ആരെയും ഓർക്കണ്ട, ആർക്കു വേണ്ടിയും അഡ്ജസ്റ്റും ചെയ്യണ്ട, ഒരാളെയും കാത്തിരിക്കുകയും വേണ്ട. ഒരർത്ഥത്തില് ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവർ സ്നേഹിക്കാൻ ആരുമില്ലാത്തവരാ. അങ്ങനെയുള്ളവർക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. സ്നേഹത്തിന്റെ തന്നെ ഒരു ലോകത്തല്ലേ ഞാനും നീയൊക്കെ. ചിലപ്പോ എനിക്കും തോന്നാറുണ്ട് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനൊന്നും ആരും വേണ്ടിയിരുന്നില്ല എന്ന്. മറ്റു ചിലപ്പോ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടായത് എത്ര നന്നായെന്നും തോന്നാറുണ്ട്. എനിക്കറിയാം എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന്. ഇന്ദുവിനെ ഓർത്തല്ലേ? അതെ, അവൾ ഓർത്ത് തന്നെയാ. ഞാനായിട്ടാണ് അവളെ നിന്നിൽ നിന്ന് തട്ടിയെടുത്തതെന്ന് നീ കരുതുന്നുണ്ടോ? അതിന് അവൾ എന്നിൽ നിന്ന് അകന്നുവെന്ന് ആര് പറഞ്ഞു? അതൊക്കെ ശിവേട്ടന്റെ അബദ്ധ ധാരണകളാ. എന്നാൽ അതല്ല സത്യം. ഞങ്ങള് കൂടുതൽ അടുക്കുകയല്ലേ ഉണ്ടായത്. എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുമ്പോഴാ 2 പേർക്ക് കൂടുതൽ അടുക്കാനും മനസ്സിലാക്കാനും എല്ലാം മറന്ന് പരസ്പരം ഇഷ്ടപ്പെടാനും കഴിയാ. ഞങ്ങളിപ്പോ അങ്ങനൊരവസ്ഥയിലൂടെയാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശിവേട്ടനോട് മാത്രമല്ല, ഇവിടെ എല്ലാവരോടും നന്ദിയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ വിവാഹത്തിന് തടസ്സം നേരിട്ട കാര്യമാണ്. അതിന് ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ശിവേട്ടനെയും. എന്തെങ്കിലുമൊക്കെ കൈപ്പിടിയിൽ നിന്ന് വഴുതി പോകുമ്പോ ആരെങ്കിലൊക്കെ കാരണക്കാരനായി പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് മനുഷ്യന്റെ പൊതു സ്വഭാവ. നമ്മളെ നഷ്ടങ്ങൾ മറക്കാൻ അതൊരു പോംവഴിയാവും. പക്ഷേ പലരും എടുക്കുന്ന നിലപാടുകളുടെ യാഥാർത്ഥ്യം അറിഞ്ഞാൽ നമുക്ക് അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താനോ വെറുക്കാനോ കഴിയില്ല. ഒരുപക്ഷെ കൂടുതൽ സ്നേഹിക്കാനാ തോന്നുക. എന്തോ ഞാനിപ്പോ ശിവേട്ടനെ അങ്ങനെ സ്നേഹിച്ചു തുടങ്ങാം. പിന്നെ എന്റെ ഇന്ദുവിന്റെ വിവാഹം അതൊക്കെ അതിന്റെ സമയത്ത് അങ്ങ് നടന്നോളുന്നേ.
ഈ ശിവേട്ടൻ തന്നെ അത് നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ എന്തിനാ ആ കാര്യോർത്ത് ഞാൻ വേദനിക്കുന്നേ? ശിവേട്ടാ, പരസ്പരം ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒരാൾക്കും തടസ്സമാവാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതിലോട് ഒഴുകിയാലും നദികളെല്ലാം ഒടുക്കത്തിൽ കടലിനോട് ചേരുക തന്നെ ചെയ്യും. ഈ പ്രണയം എന്നൊക്കെ പറയുന്ന സംഗതിയും അത്തരൊരു ഏർപ്പാടാ. എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ഞങ്ങൾ മാത്രമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ചവരായി ആരൊക്കെയുണ്ടോ അവരൊക്കെ ഒരുമിക്കുക തന്നെ ചെയ്യും. പ്രണയത്തിൽ ആരുടെയും കാത്തിരിപ്പ് വെറുതെ ആവില്ല ശിവേട്ട. ഞാനും ചേച്ചിയമ്മയും കൂടി ഇന്ദുവിനെ കാണാൻ പോയിരുന്നു. അവള് സമ്മതിക്കാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം നിങ്ങളുടെ വിവാഹം കൂടി നടന്നു പോയെന്നെ. അത് നന്നായി ശിവേട്ട. നിങ്ങളോട് അതിന് സമ്മതിച്ചിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ ഇന്ദുവിനെ വെറുത്തേനെ. എന്തുകൊണ്ടാ ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നെന്ന് ശിവേട്ടൻ അറിയാവോ? ഇത്തരം അന്തസ്സുള്ള നിലപാടുകൾ എടുക്കുന്നതുകൊണ്ട്. ഇപ്പോഴും സമയം വൈകിട്ടില്ല. 2 ദിവസം കൂടി ബാക്കിയുണ്ട്. നീ പോയി അവളോടൊന്ന് സംസാരിക്കേ. അത് വേണ്ട ശിവേട്ട, ഇപ്പൊ ഇത് നടക്കട്ടെ. പിന്നെ എന്റെയും ഇന്ദുവിന്റെയും കാര്യം ആലോചിച്ച് ശിവേട്ടൻ ടെൻഷൻ ആവണ്ട. ശിവേട്ടനോർത്ത് ഇപ്പൊ അതിലധികം ടെൻഷൻ എനിക്കുണ്ട്. എടുത്തു പറഞ്ഞ ഈ നെഞ്ചിപ്പോ കത്തി തീർന്നുകൊണ്ടിരിക്കുക എന്റെ ഏട്ടനോർത്ത്. എന്തായി കാര്യങ്ങൾ? എന്ത് കാര്യങ്ങൾ? അല്ല, കല്യാണ കാര്യങ്ങളെ. ഇന്ദുവിനെ ക്ഷണിച്ചോ? ആരുടെ കല്യാണോ വിനയൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശിവൻ സാറിന്റെ. അല്ലാതെ ആരുടെയാ? അത് ക്ഷണിച്ചോന്നാ ഞാൻ ചോദിച്ചേ. എന്നെ കല്യാണം ക്ഷണിച്ചോന്നറിഞ്ഞിട്ട് വിനയൻ എന്തിനാ? ഇത്തവണ പുറത്തധികം വിളിയില്ലല്ലോ. എന്നെ ഒഴിച്ച് ഒറ്റ കമ്പനി സ്റ്റാഫുകളോട് പോലും പറഞ്ഞിട്ടില്ല. ഇന്ദുവും ജോലിക്കാരിയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. വിളിച്ചില്ല. എന്തേ, വിനയനെ വിളിപ്പിക്കാൻ വല്ല പദ്ധതിയുണ്ടോ? അയ്യോ ഇല്ലേ. കല്യാണപ്പെണ്ണ് ചമഞ്ഞു നിന്നിട്ട് ഇന്ദുവിനെ കൊണ്ട് അവരനുഭവിച്ചതൊക്കെ എനിക്കറിയാവുന്നതല്ലേ. ഞാനാ ഇനി കല്യാണം വിളിപ്പിക്കാൻ പോകുന്നത്. ഞാൻ വിളിപ്പിച്ചിട്ട് വേണം ഈ രഹസ്യ കല്യാണം കൂടി മുടങ്ങാൻ. ഇങ്ങനെ ചിലരുടെ രാശി മംഗളകർമ്മം നടക്കുന്നതിന്റെ 7 അയലത്ത് തൊടാൻ പോലും പാടില്ല. അതിന് ഞാനായിട്ടിട നിൽക്കില്ല. ഹലോ, ഒന്നവിടെ നിന്നേ. ഓവറാവാം, പക്ഷെ ഒരുപാട് അങ്ങ് ഓവറാവല്ലേ. എന്താടോ, തനിക്ക് പല്ലുവേനാണോ? ഏയ് അല്ല, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. ആലോചനയൊക്കെ നല്ലതാ, പക്ഷെ ഓവറായിട്ട് ആലോചിക്കണ്ട. റിലേ പോവും. തമ്പ ഒരു കാര്യമുണ്ട്. മനസ്സിന് എന്തൊരു സുഖം. ഹലോ ഇന്ദു. ദേവേട്ടത് എവിടെയാ? ആ വിഷ്ണുവിനെ വിളിച്ച് ഞാൻ മടുത്തു, കിട്ടുന്നേ ഇല്ല. അവൻ അടുത്തെങ്ങാനും ഉണ്ടോ? ഇല്ല, അവൻ എൻ്റെ ഒപ്പം ഇല്ല.
ഞാൻ പുറത്തൊരിടത്താ. അല്ല, എന്താ എന്തു? ദേവേട്ടനെ എനിക്കൊന്ന് കാണണം, അത്യാവശ്യം. ആ, അതിനെന്താ, ഞാൻ ഓഫീസിലേക്ക് വരാലോ. ഇന്നിപ്പോ ഞാൻ ടോട്ടലി ഫ്രീയാ. ഇങ്ങോട്ട് വരണ്ട, ദേവേട്ടൻ എവിടെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ബോട്ട് ചെട്ടിയിലുണ്ട്. അല്ല, ഇന്ദു എങ്ങനെ ഇങ്ങോട്ട് വരുന്നേ? വിഷ്ണു ആണെങ്കിൽ ഇല്ലല്ലോ. ആ, അത് സാരമില്ല, ഞാനൊരു ഓട്ടോ എടുത്ത് വരാം. ആ, ഓക്കെ. എന്നാ പിന്നെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ശരി. എന്ത് വരവ്? ആംബുലൻസ് പോലെയാണ്. ഭഗവാനെ, വല്യമ്മാമ. പറ്റിയ സമയത്താണല്ലോ ഈ കുരിശിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. മോനെ വിക്രു, ഞാൻ വന്നടാ, നിന്റെ വല്യമ്മാമ. മോശം. ശിവ ശിവ. ആരിത്? എന്റെ വല്യമ്മാമയോ? എത്ര കാലായി വല്യമ്മാമയെ കണ്ടിട്ട്? ഏയ് വേണ്ട വേണ്ട, ഇവിടെ തുപ്പി വൃത്തിയാക്കരുത്. ദേ ആ മതിലിന്റെ അപ്പുറത്തേക്ക് തുപ്പ്. ചെല്ല് അവിടെ. ആ ചെല്ല്. എന്നാലും എന്റെ വിക്രു, നിനക്കൊരു ഒടിവും ഇല്ലല്ലോടാ. ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? കാണ്ടാമൃഗത്തിന്റെ ഉശിരും ലുക്കും. നിന്റെയൊക്കെ പ്രായത്തിലുള്ള ചിലവരെ കണ്ട എടുത്ത് കിണറ്റിലിടാൻ തോന്നും. ശിവ ശിവ, ഇതെന്നാ ഊരാ? എന്റെ പൊന്ന് വല്യമ്മാമ, ആ കരുനാക്ക് വളച്ച് പറഞ്ഞ് എന്റെ ആരോഗ്യം നശിപ്പിക്കല്ലേ. ഇങ്ങനെയൊക്കെ ദീർഘകാലം ഇരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്. അല്ലാതെ കരുനാവിന് കൊത്തി കാലിനിട്ട് കൊടുക്കാൻ നോക്കല്ലേ. എന്ത് വർത്താനമാടാ മോനെ നീ പറഞ്ഞത്? നിന്റെ ആയുസിന് വേണ്ടി മാമനുടച്ച തേങ്ങ കൂട്ടി വെച്ച് വിറ്റിരുന്നേ കോടീശ്വരനായനെ. കോടീശ്വരൻ ഒന്നാം ഘട്ട വന്ന് കേറിയതല്ലേ ഉള്ളു വല്യമാമ. അപ്പോഴേക്കും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെടാ. പിന്നെ കയ്യിലിരിപ്പ് നല്ലതാണ്, നിന്നെ നല്ല ഒരുത്തരം കാലം കൊത്തത്തില്ല. ദീർഘകാലം ജീവിക്കണേ, അടങ്ങി ഒതുങ്ങി നടന്നാ മതി. അല്ല വിക്രു, നമ്മുടെ കുഞ്ഞിന്റെ കെട്ടുകാര്യങ്ങളൊക്കെ എന്തായി? അത് പറഞ്ഞോ? ആ പിന്നെ അറിയണ്ടേ, നിന്റെ തള്ളയുടെ ഏക സഹോദരനാ ഈ വലിയ മാമ. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാം അറിയാനുള്ള അവകാശം ഈ വലിയ മാമയ്ക്കുണ്ട്. മഹിയുടെ കല്യാണം പറയാൻ നീ മറന്നു, പക്ഷേ രേവതി മറന്നില്ല.